തൃശൂർ മറ്റത്തൂരിൽ BJP-യുമായി സഖ്യമുണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു. 10 വാർഡ് മെമ്പർമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഭവത്തിൽ 2 പ്രാദേശിക നേതാക്കളെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് സൂരജ് സജീവ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. സൂരജ്, വിശദാംശങ്ങൾ. മറ്റത്തൂരിൽ ഒരു കൂട്ട നടപടിയിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ പോയിരിക്കുന്നു. കോൺഗ്രസിന്റേതായി ജയിച്ച 8 വാർഡ് മെമ്പർമാർക്കെതിരെയും അതോടൊപ്പം തന്നെ 2 വിമതർക്കെതിരെയുമാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ടെസി കല്ലറക്കലാണ് ഇന്ന് BJP-യുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായത്. KR ഔസേപ്പ് എന്ന് പറയുന്ന വിമതൻ, ആ വിമതൻ മറുകണ്ഠം ചാടി LDF-നൊപ്പം നിന്നിരുന്നു. ഇന്ന് KR ഔസേപ്പിന്റെ പിന്തുണ ലഭിച്ചത് LDF-നായിരുന്നു. പക്ഷേ ഈ ടെസി കല്ലറക്കലിനെയും അതോടൊപ്പം തന്നെ KR ഔസേപ്പിനെയും ഇന്നലെ രാത്രി അവിടുത്തെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തിരുന്നു. ഇന്ന് അവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതായിരുന്നു ഈ പ്രാദേശിക നേതാക്കളായിട്ടുള്ള TN ചന്ദ്രനും അതോടൊപ്പം തന്നെ ഷാഫിയും എല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവരെ പാർട്ടിയിലേക്ക് എടുത്തു. അതിനുശേഷം ഇന്ന് രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇവർ രാജിവെച്ച്, അതായത് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നൊരു കത്ത് നൽകുന്നതും പിന്നീട് ഈ നാടകീയമായ സംഭവങ്ങളിലേക്ക് അടക്കം പോകുന്നത്. എന്തായാലും LDF-ലേക്ക് പോയ ഒരു വിമതരെയും അതോടൊപ്പം തന്നെ UDF-ലേക്ക് പോയിരിക്കുന്ന വിമതനെയും ഉൾപ്പെടുത്തി 10 പേർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. നേരത്തെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TN ചന്ദ്രൻ അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി എന്നിവർക്കെതിരെയും നടപടിയെടുത്തിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് അവരെ തള്ളിവിട്ട സംഭവമാണ്. 8 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ആളുകളാണ് മുഴുവനായി രാജിവെച്ചുകൊണ്ട് BJP പിന്തുണയോടുകൂടി മറ്റത്തൂരിൽ ജയിച്ചു കയറിയത്. എന്തായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ കൂട്ട നടപടിയെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.